നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രോബ്ലമാണ് ചെയ്തത്. ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ്. എഫിൻ്റെ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് പി നോട്ടിൻ്റെയും ഡയറക്ഷൻ യൂണിറ്റ് ഡയറക്ഷൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റാണ്. അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഗ്രേഡിയൻ്റ് ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് വിത്ത് യു. അപ്പം ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ എന്നാണ്. അപ്പം ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഗ്രേഡിയൻ്റ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് യു കോസ് തീറ്റ. യു എന്ന് വെച്ചാൽ യൂണിറ്റ് വെക്ടറാണ്. മോഡുലസ് ഓഫ് യു ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പം മോഡുലസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കോസ് തീറ്റ എന്നാവും. അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. മോഡുലസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ യു ആൻഡ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ആൻഡ് റിവീൽസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. നമുക്ക് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഡോട്ട് യു ഓർ മോഡുലസ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് കോസ് തീറ്റ. ഇതാണ്. ദെൻ the function f increases most rapidly when cos theta equal to 1. Cos theta 1 ആകുമ്പോഴാണ് ഇതിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. വിച്ച് മീൻസ് ദാറ്റ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് യു ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ദാറ്റ് ഈസ് അറ്റ് ഈച്ച് പോയിന്റ് പി ഇൻ ഇറ്റ്സ് ഡൊമൈൻ. എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രേഡിയൻ്റ് വെക്ടർ ഗ്രേഡ് എഫ് അറ്റ് പി. അതാണ്. ദ ഡെറിവേറ്റീവ് ഇൻ ദിസ് ഡയറക്ഷൻ ഈസ് gradient of f cos 0 that is equal to modulus of grade f. ഇതാണ്. അപ്പോൾ ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് ഇൻക്രീസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുന്നത് തീറ്റ തീറ്റ 0 ആകുമ്പോഴാണ്. ആ സമയത്ത് തീറ്റ 0 ആകുമ്പോൾ യുവിൻ്റെ ഡയറക്ഷനും ഗ്രേഡിയൻ്റ് ഓഫ് എഫിൻ്റെ ഡയറക്ഷനും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ് ആയിരിക്കും. ഒന്നും കൂടെ പറയാം. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം വാല്യൂ കിട്ടുന്ന കോസ് തീറ്റ 1 ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ 0 ആൻഡ് യു ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് വെച്ചാൽ ഗ്രേഡിയൻ്റ് ഓഫ് എഫിനും യുവിനും യൂണിറ്റ് വെക്ടറും ഒരേ ഡയറക്ഷൻ ആവുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആവും. ആ സമയത്ത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മോഡ് ഗ്രേഡ് എഫ് ആയിരിക്കും. ഇനി എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് ഗ്രേഡ് എഫ്. അപ്പോൾ കിട്ടുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് മോഡ് ഗ്രേഡ് എഫ് ആയിരിക്കും. അപ്പം മാക്സിമം കിട്ടുന്നത് ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനിലായിരിക്കും. മാക്സിമം കിട്ടുന്ന ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനായിരിക്കും. ആ മാക്സിമം വാല്യൂ മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ്. മിനിമം കിട്ടുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് മിനിമം വാല്യൂ മൈനസ് ഗ്രേഡ് എഫ് ആയിരിക്കും. ഗ്രേഡ് എഫ്. ദെൻ ഇൻ എനി ഡയറക്ഷൻ യു ഓർത്തോഗണൽ ടു ഗ്രേഡ് എഫ് നോട്ട് ഈക്വൽ ടു 0 ഈസ് ദ ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കിട്ടുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 കിട്ടുന്നത് എന്താണ്? ഓർത്തോഗണൽ ആവുമ്പോഴാണ്. കോസ് തീറ്റ തീറ്റയ്ക്ക് 90 യുവും ഗ്രേഡ് എഫ് 90 ഡിഗ്രി ആവുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആകും എന്നാണ് പറയുന്നത്. അപ്പം 3 കാര്യങ്ങളാണ്.
മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് മാക്സിമം ആകുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് മാക്സിമം ആകുന്ന ഗ്രേഡ് എഫും യുവും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ അപ്പോൾ കിട്ടുന്ന വാല്യൂ മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ് ആയിരിക്കും. ഇനി മിനിമം കിട്ടുന്നത് ഗ്രേഡ് എഫും യുവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ, ഓപ്പോസിറ്റ് തീറ്റ പൈ ആണ്. അപ്പോൾ കിട്ടുന്ന മിനിമം വാല്യൂ മൈനസ് മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ്. ഇനി 0 കിട്ടുന്നത് ഗ്രേഡ് എഫും യുവും 90 ഡിഗ്രി ആവുമ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി എക്സാമ്പിൾ 3, ഫൈൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് f of xy equal to x square by 2 plus y square by 2 increases most rapidly at the point 1, 1, decreases most rapidly at 1, 1. What are the direction of 0 change in f at 1, 1? അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത് 1, 1-ലെ. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് 1, 1 കാണണം. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് അറ്റ് 1, 1 ഇതാണ് എഫ്. അപ്പം എഫ് എക്സ് കാണണം. എഫ് എക്സ് എത്രയാ? എക്സ്. എഫ് എക്സ് ആയി ഇതാണ് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ. അപ്പം എഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി എഫ് ഐയോ എഫ് ഐ വൈ ആണ്. അപ്പം എക്സ് ഐ പ്ലസ് വൈ ജെ അറ്റ് 1, 1. എക്സിന് 1 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. അപ്പം ഐ പ്ലസ് ജെ ആയി. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ഐ പ്ലസ് ജെ ആണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ മോസ്റ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി ആണ്. അപ്പം ഏത് ഡയറക്ഷനിലാണ് മോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ്. ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ അത് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ, ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പം ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ ഐ പ്ലസ് ജെ ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ്റെ യൂണിറ്റ് ഡയറക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ എഫ് ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ്. അപ്പോൾ ഇതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ മോഡുലസ് √(1² + 1² ആണ്. അപ്പം യു എന്ന് പറയുന്നത് 1/√2y പ്ലസ് 1/√2j. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി, ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി ഈ ഡയറക്ഷനിലാണ്. ദെൻ ഇനി ഡിഗ്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതേതാണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് മൈനസ് യു ആണ്. അത് ഇതാണ്. ഇനി ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓർത്തോഗണലായിട്ടായിരിക്കും. ഇതിന് 90 ഡിഗ്രിയിലാകുന്നത്. ഓർത്തോഗണൽ ടു ഗ്രേഡ് എഫ്. അപ്പോൾ ഇതിന് ഓർത്തോഗണൽ എന്ന് പറയുന്നത് ഒന്ന് ആദ്യത്തെ ഇത് മൈനസ് ആക്കുക. 2 ഡയറക്ഷൻ ഉണ്ടാവും. ഇത് മോസ്റ്റ് ഇൻക്രീസസ്, ഇത് മോസ്റ്റ് ഡിഗ്രീസസ്, ഇത് രണ്ടുമാണ് ഓർത്തോഗണൽ. അപ്പം ഇത് യു, ഇത് മൈനസ് യുവിൻ്റെ ഡയറക്ഷൻ, ഇത് രണ്ടും ഓർത്തോഗണൽ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ മൈനസ് ഇടുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതിന് മൈനസ് കൊടുക്കുക, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടി. ഇതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ മോസ്റ്റ് ഇൻക്രീസസ് ഇൻ ദിസ് ഡയറക്ഷൻ, മോസ്റ്റ് ഡിഗ്രീസസ് ഇൻ ദിസ് ഡയറക്ഷൻ, 0 ചേഞ്ച് ഈ ഡയറക്ഷനാണ്. അത് നമുക്ക് നോക്കാം. ഇതാണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x² / 2 y² + y² 2 എന്ന് പറയുന്ന ഫിഗർ ഇതാണ്. സെഡ് ഈക്വൽ ടു അതിൻ്റെ 1, 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇതാണ്. x = 1 y = 1 ആകുമ്പോൾ സെഡും എന്തായിരിക്കും? 1, 1, 1. അപ്പോൾ ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് 1, 1, 1 എന്ന് പറയുന്ന പോയിന്റ് അതാണ്. അപ്പം മോസ്റ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ ഈ പോയിന്റ് നേരെ മുകളിലേക്ക് വരുന്നതാണ്. ആ ഡയറക്ഷൻ ഏതാ? ആ ഡയറക്ഷൻ ഐ പ്ലസ് ജെ ആണ്. ആ ഡയറക്ഷൻ. അതിൻ്റെ യൂണിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഐ പ്ലസ് ജെ ഡയറക്ഷനാണ്. അതിൻ്റെ യൂണിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 1/√2i + 1/√2j. ഇനി മോസ്റ്റ് റാപ്പിഡ്ലി ഡിഗ്രീസിങ് എന്ന് പറയുന്നതോ ഈ ഡയറക്ഷൻ, നേരെ താഴേക്കുള്ള ഡയറക്ഷൻ, അത് ഈ ഡയറക്ഷൻ. ഇനി 90 ഡിഗ്രിയിൽ വരുന്നതോ 90 ഡിഗ്രിയിൽ വരുന്നത്
ഇത് രണ്ടുമാണ്. ഇതാ ഇതിലേക്ക് വരുന്നതും ഇതിലേക്ക് വരുന്നതുമാണ് 90 ഡിഗ്രി വരുന്നത്. അതൊന്നിതും ഒന്നിതുമാണ്. അപ്പോൾ ഇതാണ് ആ ഫിഗർ. ഈ പോയിന്റിന് മുകളിൽ ഇതാണ് മോസ്റ്റ് ഇൻക്രീസസ്, ഇത് മോസ്റ്റ് ഡിഗ്രീസസ്, ഇത് രണ്ടും 90 ഡിഗ്രി ഉള്ളത്. ഇതാ the direction in which f of x y increases most rapidly at 1 1 is the direction of del f, grade f, I plus j direction. ഇത് കറസ്പോണ്ട് ഡയറക്ഷൻ സ്റ്റീപ്പസ്റ്റ് അസെൻഡ് ഓൺ ദ സർഫസ്. ഇവിടെയാണ് സ്റ്റീപ്പസ്റ്റ് അസെൻഡ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഇൻക്രീസസ്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ ടു എ ലെവൽ കർവ് fx into x minus x naught plus fy into x minus y naught equal to 0. ഒരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ടു ദ കർവ് എലിപ്സ് x square by 2 plus y square equal to 2 at the point -2 1. അപ്പം ടാൻജന്റ് ടു എലിപ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ എലിപ്സിന്റെ ഇതൊരു ദ എലിപ്സ് ഈസ് എ ലെവൽ കർവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലെവൽ കർവാണ്. ഈ ലെവൽ കർവ് ഒരു എലിപ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന എലിപ്സ്, ആ ലെവൽ കർവിന്റെ ഇക്വേഷൻ x square by 4 plus y square equal to 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരും x square by 8 plus y square by 2 equal to 1. That is x square by 2 root square plus y square by root 2 square equal to 1. അപ്പോൾ ഇവിടെ ഇതുണ്ടോ 2 root 2 ആണ് ഇതിൻ്റെ മേജർ ആക്സിസിൻ്റെ, മൈനർ ആക്സിസോ root 2 ഇതാണ്. അതാണ് ഈ ലെവൽ കർവ്. ഇതാണ് ഈ ലെവൽ കർവ്. അപ്പം നമുക്ക് കാണേണ്ടത് ഇതുണ്ട്. ഇതാണ് ഇക്വേഷൻ ഓഫ് എലിപ്സ്. We can find the tangent to the ellipse x square by 4 plus y square equal to 2 by treating the ellipse as a level curve of the function f of x y equal to x square by 4 plus y square. ഇതാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എഫ് കാണണം. ഗ്രേഡിയന്റ് ഓഫ് എഫ് കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദ ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് -1 to 1 അതെന്തായിരിക്കും എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x/4 ദാറ്റ് ഈസ് x/2 ഐ. എഫ് ഐയോ, എഫ് ഐ എന്താണ്? 2y ജെ അറ്റ് -2 1. അപ്പോൾ എന്ത് കിട്ടും? എക്സിന് -1ഉം വൈക്ക് എക്സിന് -2ഉം വൈക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എഫ് -i + 2j ആണ് ഗ്രേഡിയന്റ് ഓഫ് എഫ്. ദാറ്റ് ഈസ് ദ ഗ്രേഡിയന്റ് വെക്ടർ ഈസ് നോൺ സീറോ. അപ്പോൾ നമുക്ക് ഇനി കാണേണ്ടത് എന്താ? ദ ടാൻജന്റ് ലൈൻ ടു ദ എലിപ്സ്, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് -2 കൊടുക്കുക. എഫ് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ എന്താവും? 2x/4 ദാറ്റ് ഈസ് x/2. ഇനി എക്സിന് -2 കൊടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടും? -1 കിട്ടും. അതാണ് -1 ഇൻറ്റു x minus x naught that is x minus x naught എന്ന് -2 ആണ്. അപ്പോൾ x+2. ഇനി എഫ് ഐ എന്താ കിട്ടുക? എഫ് ഐ 2y ആണ്. 2y at 1 അപ്പം 2 കിട്ടി. ഇൻറ്റു y മൈനസ് y naught എന്ന് പറഞ്ഞാൽ 2 ആണ്, 1 ആണ്, സോറി 1. അപ്പോൾ ഇത് കിട്ടി. ദാറ്റ് ഈസ് x-2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x മൈനസ് 2y ഈക്വൽ ടു -4. ഇതാണ്. ഇതാണ് ടാൻജന്റ് ലൈൻ.
ഗ്രേഡ് എഫ് എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. അതിനെ പെർപെൻഡിക്കുലർ ടാൻജന്റ് ഇതിൻ്റെ ഡയറക്ഷനിൽ വരും. ഓക്കെ. ആൽജിബ്രായിക് റൂൾസ് ഫോർ ഗ്രേഡിയൻറ്റ്. Gradient of f plus g equal to gradient of f plus gradient of g. Gradient of f minus g equal to gradient of f minus gradient of g and so on. ഇതാണ് ഈ റൂള്. ഈ റൂള് നിങ്ങൾ ഓർത്തിരിക്കണം. നമുക്ക് ഒരെണ്ണം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ റൂൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൂൾ 2 ശരിയാണെന്ന് ഒരു ഇല്ലസ്ട്രേഷൻ. ഈ റൂൾ 2. അപ്പോൾ നമുക്ക് എഫ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് വൈ, ജി തന്നിട്ടുണ്ട് 3y. അപ്പം ഡെൽ എഫ് എന്തായിരിക്കും? ഗ്രേഡ് എഫ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ ആണ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1i പ്ലസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ -1j. അപ്പം ഗ്രേഡ് എഫ് കിട്ടി. അതുപോലെ തന്നെ ഗ്രേഡ് ജി, ഇതിൻ്റെ ഗ്രേഡ് ജി കഴിയുമ്പോൾ എഫ് എക്സ് 0 ആണ്, എഫ് ഐ 3 ആണ്, 3j. ദെൻ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ജി, ഇതിനെ എഫ് മൈനസ് ജി. അപ്പം എക്സ് മൈനസ് വൈ -3y -4y. അപ്പം ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്തായിരിക്കും? ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1i പ്ലസ് എഫ് ഐ ജെ. എഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഐ എന്ന് പറഞ്ഞാൽ -4 ആണ്, -4j കിട്ടി. അതാണ് നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ജി. ഇനി ഗ്രേഡിയൻ്റ് ഓഫ് എഫ് മൈനസ് ഗ്രേഡിയൻ്റ് ഓഫ് ജി എന്തായിരിക്കും? ഇതിന്ന് i മൈനസ് ജെ എന്ന് 3j കുറച്ചാൽ എന്തായിരിക്കും? i മൈനസ് ജി എന്ന് 3j കുറച്ചാൽ എന്താ കിട്ടുക? i -4g ആണ്. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. അപ്പം രണ്ടും ഒന്ന് തന്നെ. നമ്മൾ ഇത് ചെയ്ത് നോക്കി, അപ്പോൾ ഈ വാല്യൂ കിട്ടിയത്. പിന്നെ ഇത് ചെയ്ത് നോക്കി, അപ്പോഴും ഈ വാല്യൂ കിട്ടിയത്. രണ്ടും ഒന്ന് തന്നെ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ചെയ്തു നോക്കുക. എഫ് അതാണ് എഫ് ഗ്രേഡ് ജി, എഫ് ഗ്രേഡ് ജി പ്ലസ് ജി ഗ്രേഡ് എഫ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് തന്നെ കിട്ടും. ഇത് തന്നെയാണ് വെരിഫൈ ചെയ്താലും അത് തന്നെയാണ് കിട്ടുക, ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ജി. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ചെയ്ത് നോക്കി, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇത് ചെയ്ത് നോക്കുക, അപ്പോഴും ഇത് തന്നെ കിട്ടുക. ദാറ്റ് ഈസ് ദിസ്. ഓക്കെ. ദെൻ ഫങ്ഷൻസ് ഓഫ് ത്രീ വേരിയബിൾ. ഇപ്പം ഇവിടെ നമ്മൾ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ ഇതാണ് u1i, ഐയുടെ ഡയറക്ഷനുള്ളത് യൂണിറ്റ് വെക്ടർ u1, u2, u3. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് എഫ് എന്ന് പറയുന്ന ഇതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് എഫ് ഡോട്ട് യു. അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 3 വേരിയബിൾ. അങ്ങനെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേഡ് എഫ് മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ് കോസ് തീറ്റ. ഇത് നേരത്തെ എടുത്തത് പോലെ തന്നെയായിരിക്കും. ഏത് ഡയറക്ഷനായിരിക്കും? ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനായിരിക്കും ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. മൈനസ് ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനായിരിക്കും ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ ഇതിന് രണ്ടും 90 ഡിഗ്രിയിലായിരിക്കും. ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ 6. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ദിസ് അറ്റ് 110 in the direction of v. In what direction does f change most rapidly at p0? And what are the rate of change in this direction?
അപ്പം നമുക്ക് കാണേണ്ടത് ആദ്യം നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. ഏത് ഡയറക്ഷനിൽ? വി എൻ്റെ ഡയറക്ഷനിൽ. അപ്പം വി എൻ്റെ ഡയറക്ഷൻ, അപ്പം യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിക്കാനായിട്ട് എന്താ? യു ഈക്വൽ ടു വി ബൈ മോഡുലസ് ഓഫ് വി. അപ്പം ഇതാണ് വി, മോഡുലസ് ഓഫ് വി എന്ന് പറയുന്നത് 7. യു ബൈ മോഡുലസ് ഓഫ് വി എന്ന് പറയുന്നത് ഇതാണ് യു. അപ്പോൾ നമുക്ക് യു കിട്ടി. ഇതാണ് യു. ഇനി നമ്മൾ ഗ്രേഡ് എഫ് കാണണം. ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സ് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ. അപ്പോൾ എഫ് എക്സുകൾ കാണണം. ഇതാണ് എഫ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് കിട്ടും. 3x² മൈനസ് y². അതാണ് ഇവിടെ കിട്ടിയത്. 3x² മൈനസ് y². അറ്റ് 110ൽ 2 കിട്ടി. ഇനി എഫ് ഐയോ -2 കിട്ടി. എഫ് സെഡോ -1 കിട്ടി. അപ്പം എഫ് എക്സ്, എഫ് ഐ, എഫ് സെഡ് കിട്ടി. അപ്പം ഗ്രേഡ് എഫ് എന്ത് കിട്ടി? ഇതാണ് ഗ്രേഡ് എഫ്. ഗ്രേഡ് എഫ് എന്ന് പറയുന്നത് 110ൽ എന്താണ്? 2i - 2j - k. ഇതാണ് ഗ്രേഡ് എഫ് അറ്റ് 110. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് എന്താ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് എന്താണ്? ഗ്രേഡ് എഫ് ഡോട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഗ്രേഡ് എഫ് ഡോട്ട് യു. അപ്പോൾ നമ്മൾ ഗ്രേഡ് എഫ് നമുക്ക് ഇത് കിട്ടി, അതിവിടെ എഴുതി. യു നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് യു ഇവിടെ എഴുതി. അതിന് രണ്ടിനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്തു. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 2 × 2/7 4/7 -2 × -3 പ്ലസ് 6/7 -1 × 6/7 ദാറ്റ് ഈസ് -6 4/7. അതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് 4/7. ഇനി ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അത് ഏത് ഡയറക്ഷനായിരിക്കും? ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. ഇനി ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലിയോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതാണ്. ഇനി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ വാല്യൂയോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ വാല്യൂ ഗ്രേഡ് എഫ് എത്രയായിരിക്കും? അത് 3 ആണ്. അപ്പം ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനിലാണ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, അതിൻ്റെ വാല്യൂ 3. ഇനി മൈനസ് ഗ്രേഡ് എഫിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി, അതിൻ്റെ വാല്യൂ -3.